ഹലോ. ഫോർ സെമസ്റ്റർ ബി എഡിലെ എഡ്യൂക്കേഷണൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസസിലെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. 2025 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് 6 ക്വസ്റ്റ്യൻ 1 മാർക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ? അപ്പോൾ സ്വാമി വിവേകാനന്ദയെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം 2025 റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വാമി വിവേകാനന്ദ പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എയിമിംഗ് അറ്റ് ക്യാരക്ടർ ബിൽഡിംഗ്, സെൽഫ് റിയലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്നർ പൊട്ടൻഷ്യൽ. ഇതുകൊണ്ട് എന്താ അർത്ഥാക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഓൾറെഡി നല്ല ഗുണങ്ങളും കഴിവുകളും ഉണ്ട്. ഇത് പുറത്ത് കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം. നല്ല ഒരു സ്വഭാവം രൂപപ്പെടുത്തുക, അതായത് ക്യാരക്ടർ ബിൽഡ് ചെയ്യുക, സ്വയം തിരിച്ചറിയാനുള്ള കഴിവുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ഇന്നർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഉള്ളിലെ കഴിവുകൾ വളർത്തുക. ഇതിനൊക്കെ വിദ്യാഭ്യാസം സഹായകരമാണ് എന്നുള്ളതാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. How did Rabindranath Tagore perceive the relationship between education and freedom? Rabindranath Tagore viewed education as a means to achieve freedom of mind, creativity and self-expression, free from rigid systems and rote learning. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മനസ്സിനെ സ്വതന്ത്രമാക്കാനും ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സൃഷ്ടിയെ വളർത്താനും സെൽഫ് എക്സ്പ്രഷൻ തങ്ങളുടെ ആശയങ്ങളെ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാവണം. അതുപോലെ തന്നെ റിജിഡ് സിസ്റ്റം, അതായത് കർശനമായിട്ടുള്ള നിയമങ്ങളിൽ നിന്നും റോട്ട് ലേണിംഗ്, മനപ്പാഠം അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കുന്നതൊക്കെ എഡ്യൂക്കേഷനിൽ ഒഴിവാക്കേണ്ടതാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ജെ കൃഷ്ണമൂർത്തി? According to Jiddu Krishnamurthy, education should help in self-awareness, critical thinking and understanding oneself, leading to freedom from fear and conditioning. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്, ആത്മബോധം, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് വൺ സെൽഫ്, സ്വയം മനസ്സിലാക്കുക എന്നുള്ളതിനൊക്കെ വളർത്തണം. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള ഒരു വിമോചനം അല്ലെങ്കിൽ ഫ്രീഡം ആളുകൾക്ക് വേണം. അതുപോലെ തന്നെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ രീതിയിലേക്ക് നമ്മളെ മാറ്റുക. അതിനുവേണ്ടി ഇപ്പം എപ്പോഴും ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ സൈലൻ്റ് ആയിട്ടിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറുക തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കണ്ടീഷനിങ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം നേടാൻ അല്ലെങ്കിൽ വിമോചനം നേടാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സഹായിക്കണം. അക്കോർഡിംഗ് ടു ജോൺ ഡുവീസ് എഡ്യൂക്കേഷണൽ ഫിലോസഫി, വാട്ട് ഈസ് എക്സ്പെരിയൻഷ്യൽ ലേണിംഗ്? എക്സ്പെരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്, ചെയ്തുകൊണ്ട് പഠിക്കുക. ഇവിടെ നോളേജ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത്, നേടുന്നത് എക്സ്പീരിയൻസിലൂടെയാണ്, ആക്ടിവിറ്റിയിലൂടെയാണ്, അതോടൊപ്പം തന്നെ ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻ്റ് ആണ്. വാട്ട് ഈസ് റൂസോസ് വ്യൂ ഓഫ് ദി ചൈൽഡ്സ് ഫ്രീഡം? ഇപ്പോൾ റൂസോ പറഞ്ഞിരിക്കുന്നതാണ്, ഹി ബിലീവ്ഡ് ഇൻ എ നാച്ചുറൽ ഫ്രീഡം ഓഫ് ദ ചൈൽഡ്. കുട്ടികൾക്ക് സ്വതന്ത്രമായ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. എംഫസൈസിങ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ലേൺ ത്രൂ നാച്ചുറൽ ഡെവലപ്മെൻറ്റ് വിത്തൗട്ട് അൺനെസസറി റെസ്ട്രിക്ഷൻസ് ഓർ ഇൻ്റർഫറൻസ്. അതായത് കുട്ടികൾക്ക് അവരുടേതായ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയുണ്ട്, ഒരു നാച്ചുറൽ ഡെവലപ്മെൻ്റ് ഉണ്ട്, അതിലൂടെ വേണം പഠിക്കാൻ. അല്ലാതെ അൺനെസസറി ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസോ ഇൻ്റർഫറൻസോ ഒന്നും അഡൾട്ട്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നുള്ളതാണ് റൂസോൻ്റെ വ്യൂ ഓഫ് ചൈൽഡ്. വാട്ട് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് ഡീസ്കൂളിംഗ് സൊസൈറ്റി അക്കോർഡിംഗ് ടു ഇവാൻ ഇല്ലിച്ച്? ഇപ്പോൾ ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവാൻ ഇല്ലിച്ച് ആണ് പ്രപ്പോസ് ചെയ്തത്. ഇവിടെ ഫോർമൽ സ്കൂളിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ത്രൂ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ഇനി പാർട്ട് ബിയിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ മഹാത്മാഗാന്ധീസ് തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ഫോർ പ്രൊമോട്ടിംഗ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഇൻഡിപെൻഡൻസ്. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് സെൽഫ് സഫിഷ്യൻസി മാത്രം പ്രൊമോട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിനെയും പ്രൊമോട്ട് ചെയ്യണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നൈ തലീം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതിന് പുറമെ ഇദ്ദേഹം എംഫസൈസ് ചെയ്ത മറ്റൊരു കാര്യമാണ് ക്രാഫ്റ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്. അവിടെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള പല വർക്ക്സും ചെയ്യാം. സ്പിന്നിങ്, വേവിങ്, അഗ്രികൾച്ചർ, ഇതെല്ലാം ലേണിങ്ങിൻ്റെ ഒരു ഭാഗമായിരിക്കണം. എഡ്യൂക്കേഷൻ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യണം? ഡിഗ്നിറ്റി ഓഫ് ലേബർ ഡെവലപ്പ് ചെയ്യണം, വൊക്കേഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം, എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആൻഡ് മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഗാന്ധിജി ബിലീവ് ചെയ്തത് ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആളുകളെ സെൽഫ് റിലയൻ്റ് ആക്കുന്നു, നമുക്ക് സ്വയം ഡിപ്പെൻഡൻറ്റ് ചെയ്യാൻ പറ്റുകയാണ്, സോഷ്യലി റെസ്പോൺസിബിൾ ആവുകയാണ്, അതുപോലെ തന്നെ നമുക്കൊരു ലൈവ്ലിഹുഡ്, നമുക്കൊരു ജീവിത രീതി ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് നാഷണൽ ഡെവലപ്മെൻറ്റിനും റൂറൽ അപ്ലിഫ്റ്റ്മെൻറ്റിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. According to Aurobindo,
what is the significance of integrating the physical, mental and spiritual aspects of human nature in education? Sri Aurobindo emphasized integral education. Aurobindo importance കൊടുത്ത് integral education ആണ്. ഇത് എന്തിൽ ഫോക്കസ് ചെയ്യുന്നു? ഒരു ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻ്റലക്ച്വൽ ഗ്രോത്തിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നായിരിക്കരുത്. അത് ബോഡി ഡെവലപ്പ് ചെയ്യണം. ദാറ്റ് മീൻസ് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, മൈൻഡ് അല്ലെങ്കിൽ ഇൻ്റലക്റ്റ് വേണം, സോൾ അല്ലെങ്കിൽ സ്പിരിച്വൽ കോൺഷ്യസ്നെസ് വേണം. ഈ ഇൻ്റഗ്രേഷനാണ് ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്നത്. കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് മാത്രമല്ല, സെൽഫ് റിയലൈസേഷൻ, ഇന്നർ ഗ്രോത്ത് ആൻഡ് ഹയർ കോൺഷ്യസ്നെസ്. ഇതാണ് ആളുകളെ ഒരു ബാലൻസ്ഡ്, പർപ്പസ്ഫുൾ ആൻഡ് മീനിങ് ലൈഫ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ്. ഹൗ ഡസ് പ്ലേറ്റോ വ്യൂ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ് ഇൻ ദ റിപ്പബ്ലിക്? നമുക്കറിയാം റിപ്പബ്ലിക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. സോ ഈ റിപ്പബ്ലിക്കിൽ ഇൻഡിവിജ്വലിനെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടാണ് പ്ലേറ്റോ കൺസിഡർ ചെയ്യുന്നത്. ദ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് സുപ്പീരിയർ ടു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. ഒരു വ്യക്തിയുടെ താല്പര്യത്തിനേക്കാളും കൂടുതലാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ക്ഷേമം, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ക്ഷേമം എന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങൾക്കും സുപ്പീരിയർ ആയിട്ട്, അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള ഒന്നായിട്ടാണ് പ്ലേറ്റോ കാണുന്നത്. ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വ്യക്തികളുടെ കഴിവുകൾ അനുസരിച്ച് അവരെ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ എബിലിറ്റീസും അവരുടെ റോൾസും അനുസരിച്ച് അവിടെ റൂളേഴ്സ്, സോൾജേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പ്ലേറ്റോ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റോ ബിലീവ് ചെയ്തിരുന്നത് ജസ്റ്റിസ് അഥവാ നീതി, സോഷ്യൽ ഹാർമണി അല്ലെങ്കിൽ സാമൂഹിക സൗഹൃദം, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളിലാണ്. അപ്പോൾ ഇവിടെ ഓരോ ഇൻഡിവിജ്വലും അവർക്ക് ഏതാണോ ഫംഗ്ഷൻ അസൈൻ ചെയ്തിട്ടുള്ളത്, അവർക്ക് ഏതാണോ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുക. ഇപ്പോൾ ഇൻഡിവിജ്വലും സ്റ്റേറ്റും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷെ അവരുടെ പൊതുവായിട്ടുള്ള എയിം എന്ന് പറയുന്നത് കളക്റ്റീവ് വെൽഫെയർ ആൻഡ് ഈസ് ബിൽഡിംഗ് എ കളക്റ്റീവ് വെൽഫെയർ ആൻഡ് ആൻ ഐഡിയൽ സൊസൈറ്റി. അടുത്ത പോയിന്റ്, ഡിസ്ക്രൈബ് പൗലോ ഫ്രയറീസ് ബാങ്കിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ പൗലോ ഫ്രയറി ട്രഡീഷണൽ സിസ്റ്റത്തിനെ വിളിച്ചിരുന്ന ഒരു പേരാണ് ബാങ്കിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇതിനെ അദ്ദേഹം വിമർശിച്ചിരുന്നു. കാരണം ഒരു ബാങ്ക് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ അവിടെ കുറേ നോളേജ് ടീച്ചേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അത് പാസീവായിട്ടുള്ള സ്റ്റുഡൻസിലേക്ക് പകർന്നു കൊടുക്കുന്നു. അവരൊരു എംപ്റ്റി വെസൽസ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ കുട്ടികൾ എന്താ ചെയ്യുന്നത്? അവർ ഇൻഫോർമേഷൻ മെമ്മറൈസ് ചെയ്യുന്നു വിത്തൗട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല, അവർ ഒരിക്കലും ഇൻഡിപെൻഡൻറ്റും ആവുന്നില്ല. അപ്പോൾ ഫ്രയറി ഈ ഒരു സിസ്റ്റത്തിനെ ഒപ്പോസ് ചെയ്യുകയും ഒപ്പോസ്ഡ് ദിസ് ആൻഡ് പ്രൊപ്പോസ്ഡ് പ്രോബ്ലം പോസിങ് എഡ്യൂക്കേഷനെ അദ്ദേഹം പ്രൊപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ പ്രോബ്ലം പോസിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എൻകറേജ് ചെയ്യുന്നത് ഡയലോഗിനെയാണ്, വിച്ച് മീൻസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ രണ്ട് പേര്. ഇപ്പം ഞാനൊരു ആശയം ആസ് എ ടീച്ചർ ഒരു കുട്ടിക്ക് കൈമാറുന്നുണ്ടെങ്കിൽ ആ കുട്ടി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, അതിൽ സംശയങ്ങൾ ചോദിക്കുക, അല്ലാതെ മിയർലി അത് കോപ്പി ഡൗൺ ചെയ്ത് എഴുതുക എന്നുള്ളതല്ല. അപ്പോൾ അവിടെ ഒരു ഡയലോഗ് ഉണ്ട്, ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ട്, വിമർശനബോധം, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, സജീവ പങ്കാളിത്തം. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റിയെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹി ബിലീവ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് എംപവർ ലേണേഴ്സ് ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ് തിങ്കേഴ്സ് ആൻഡ് ഏജൻറ്റ്സ് ഓഫ് ചേഞ്ച്. ക്വസ്റ്റൻ ആണ്, how can education serve as a powerful tool for promoting social change and addressing inequality and discrimination and injustice? So before moving to this, ഇപ്പം നമ്മൾ കണ്ട ഈ പാർട്ട് എ ആൻഡ് പാർട്ട് ബി, ഇപ്പോൾ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും 24 ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും കംപ്ലീറ്റ്ലി ചോദിച്ചിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, പ്ലസ് യൂണിറ്റ് 1 നിന്നാണ്. അപ്പോൾ മേ ബി ഈ ഒരു ഇയറും അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ എടുക്കാം. സോ എന്തായാലും യൂണിറ്റ് 1 ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ or the unit in this entire subject. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നോക്കണം. പാർട്ട് സി ചോദിച്ചിരിക്കുന്നത് ഒരു ജനറൽ ക്വസ്റ്റൻ ആണ്, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഒരു പവർഫുൾ ടൂൾ ആവാൻ പറ്റുക ഫോർ പ്രൊമോട്ടിംഗ് സോഷ്യൽ ചേഞ്ച് ആൻഡ് അഡ്രസ്സിംഗ് ഇൻഇക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇൻജസ്റ്റിസ്. എഡ്യൂക്കേഷൻ എങ്ങനെ ഒരു പവർഫുൾ ടൂൾ ആവാൻ പറ്റും? ഒരു സോഷ്യൽ ചേഞ്ച് പ്രൊമോട്ട് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഇൻഇക്വാലിറ്റി, അസമത്വം, ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ്, ഇൻജസ്റ്റിസ്, അനീതി, ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു സോഷ്യൽ ചേഞ്ച് എങ്ങനെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് വൈഡ്ലി റിഗാർഡ് ആസ് എ മോസ്റ്റ് എഫക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്, എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്, നാഷണൽ ബിൽഡിങ്ങിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് തന്നെ ഇത് പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ കോമ്പാറ്റിംഗ് ഇൻഇക്വാലിറ്റി, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജസ്റ്റിസ്. എങ്ങനെയാണത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ആൻഡ് റാഷണൽ ഔട്ട്ലുക്കിനെയൊക്കെ അത് ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ ഇൻഡിവിജ്വൽസ്
അവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് അവെയർ ആവുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചൊക്കെ അവർ അവെയർ ആവുന്നുണ്ട്. ഇത് അവരെ ഇപ്പോഴത്തെ ഒപ്രസീവ് സിസ്റ്റംസ് അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ ഒപ്രസീവ് സിസ്റ്റം? കാസ്റ്റ് ഹൈറാർക്കി ഉണ്ട്, പാട്രിയാർക്കി ഉണ്ട്, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. ഇപ്പം നെൽസൺ മണ്ടേല പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് എന്നാണ്. ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് എങ്ങനെ എഡ്യൂക്കേഷന് ആളുകളെ എംപവർ ചെയ്യാം ടു ക്വസ്റ്റ്യൻ ഇൻജസ്റ്റിസ് ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സോഷ്യൽ റിഫോം. ഇനി എഡ്യൂക്കേഷന് ക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിലൂടെ, എസ്പെഷ്യലി മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന് ഇത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതോടുകൂടി തന്നെ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ആൻഡ് റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ ഡിഫറൻസസ് അല്ലെങ്കിൽ ഡിസ്പാരിറ്റീസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പല ഇനീഷ്യേറ്റീവ്സ് ഇതിനുണ്ട്. ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, RT Act 2009 ഇൻ ഇന്ത്യ. അതെന്തിനാണ് ലക്ഷ്യം വെക്കുന്നത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇൻഇക്വാലിറ്റിയെ കുറയ്ക്കാനായിട്ട് പറ്റും. എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി കൂട്ടുന്നുണ്ട്, വൊക്കേഷണൽ സ്കിൽസ്, എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൈക്കിൾ ഓഫ് പോവർട്ടി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ യുനെസ്കോൻ്റെ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു യുനെസ്കോ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് കീ ഡ്രൈവർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഇക്വിറ്റി ആണ്. അത് ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂട്ടുന്നുണ്ട്, സോഷ്യൽ മൊബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ എഡ്യൂക്കേഷന് ഡെമോക്രസി, സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പല മൂല്യങ്ങളും, വാല്യൂസും, ടോളറൻസ്, റെസ്പെക്ട്, കോപ്പറേഷൻ ആൻഡ് എമ്പതി ഒക്കെ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സോഷ്യൽ ഹാർമണി ആൻഡ് യൂണിറ്റി ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നിലനിർത്താൻ വേണ്ടി ഇത് വളരെ എസെൻഷ്യലാണ്. സോ പൗലോ ഫ്രൈറി പറയുന്ന പോലെ എഡ്യൂക്കേഷൻ ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് കൂടി ഡെവലപ്പ് ചെയ്യണം. അത് ആളുകളെ റെക്കഗ്നൈസ് ചെയ്യാനും അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, അൺജസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ ട്രാൻസ്ഫോം ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു സാധ്യതയാണ് ഫോർ ലിബറേഷൻ റാദർ ദാൻ ഒപ്രഷൻ. ആളുകളെ സ്വതന്ത്രമാക്കാനുള്ളൊരു സാധ്യതയാണ് റാദർ ദാൻ ഒപ്രഷൻ. അപ്പോൾ ഈ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ സോഷ്യൽ മൂവ്മെൻറ്റ്സിലും റിഫോംസിലൊക്കെ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ കാറ്റലിസ്റ്റ് ഫോർ സോഷ്യൽ ചേഞ്ച്. ഇവിടെ ഒരു ജസ്റ്റ് നീതിപൂർവമായിട്ടുള്ള, ഇക്വിറ്റബിൾ ആയിട്ടുള്ള, ഈക്വൽ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റി നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും, വിച്ച് ഈസ് ഫ്രീ ഫ്രം ഇൻഇക്വാലിറ്റി ആൻഡ് ഇൻജസ്റ്റിസ്. 12th question. Analyze the challenges faced by present educational system in adapting to the demands of modernization. ഇപ്പോൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ, ഡിജിറ്റലൈസേഷൻ ആൻഡ് റാപ്പിഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അതിന് മോഡേൺ ഡിമാൻഡ്സുമായിട്ട് ഒത്തുപോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ മോഡേണൈസേഷൻ്റെ ഡിമാൻഡ്സിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡാണ്. അത് എല്ലാവർക്കും എന്തില്ല, ടെക്നോളജി, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഡിജിറ്റൽ ലേണിംഗ് റിസോഴ്സസ് ഒന്നുമില്ല. ഇതിൽ നിലനിൽക്കുന്ന ഒരു അസമത്വം വളരെയധികം ഒരു സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂ ആണ്. ഇപ്പോൾ ഒരു അർബൻ സ്റ്റുഡൻറ്റിന് ഓൺലൈൻ എഡ്യൂക്കേഷൻ കിട്ടും, സ്മാർട്ട് ക്ലാസ് റൂം കിട്ടും, ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ കിട്ടും. പക്ഷെ അതൊരിക്കലും റൂറൽ ആൻഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് ബേസിക് ഡിജിറ്റൽ ആക്സസ് പോലും ഉണ്ടാവില്ല. ഇപ്പോൾ യൂണിസെഫിൻ്റെ കണക്ക് പ്രകാരം ഒരുപാട് സ്റ്റുഡൻസ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഈ COVID-19 പാൻഡമിക്കിൻ്റെ സമയത്ത് കിട്ടാതെ പോയിട്ടുണ്ട്. അത് ഈ ഡിവൈഡ് എത്രത്തോളം ഉണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. മറ്റൊരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കരിക്കുലമാണ്. അതെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മനപ്പാഠം പഠിക്കുക, റോട്ട് ലേണിംഗ്, മെമ്മറൈസേഷൻ ആൻഡ് തിയററ്റിക്കൽ നോളജാണ്. അതൊരിക്കലും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയോ ക്രിയേറ്റിവിറ്റിയോ പ്രോബ്ലം സോൾവിങ്ങിനോ സ്കിൽ ഡെവലപ്മെൻറ്റിനൊന്നും കാളും കൂടുതൽ ഈ റോട്ട് ലേണിങ്ങിനും മെമ്മറൈസേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, മോഡേൺ എഡ്യൂക്കേഷൻ റിക്വേഴ്സ് ഫോക്കസ് ഓൺ സ്റ്റെം എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യണം, വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യണം, ഡിജിറ്റൽ ലിറ്ററസിയിൽ ഫോക്കസ് ചെയ്യണം, 21st സെഞ്ച്വറിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസിൽ ഫോക്കസ് ചെയ്യണം. പക്ഷേ പല സിസ്റ്റംസും ഇപ്പോഴും ഇതിലൊന്നുമല്ല ഫോക്കസ് ചെയ്യുന്നത്. അഡീഷണലി എഡ്യൂക്കേഷനും എംപ്ലോയ്മെൻറ്റും തമ്മിലൊരു മിസ്മാച്ച് ഉണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവർ പലപ്പോഴും അൺഎംപ്ലോയിഡ് ആണ്, അണ്ടർ എംപ്ലോയിഡ് ആണ് ആസ് ഗ്രാജുവേറ്റ്സ്. അപ്പോൾ ഡു വി എംഫസൈസ് ചെയ്ത പോലെ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. അതായത് റിയൽ ലൈഫ് സിറ്റുവേഷനും പ്രാക്ടിക്കൽ നീഡ്സിനും അനുസരിച്ചിട്ടുള്ള കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എഡ്യൂക്കേഷനിൽ വരണം. അതുകൂടാതെ മറ്റ് പല ചലഞ്ചസും ഉണ്ട്. ടീച്ചർ ട്രെയിനിങ് ഇല്ല, ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫണ്ടിങ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, ഇതൊക്കെ മോഡേണൈസേഷനെ
എന്താ പറയുക അതിനെതിരായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ടീച്ചേഴ്സിന് പലപ്പോഴും ട്രെയിനിങ് ഉണ്ടാവില്ല. ഇപ്പോൾ ടെക്നോളജി ഇൻ്റഗ്രേഷനോ അല്ലെങ്കിൽ മോഡേൺ പെഡഗോജിക്കൽ മെത്തേഡ്സിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാവില്ല. അതും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ ബാധിക്കുന്നുണ്ട്. അക്കാദമിക് പ്രഷർ, കോമ്പറ്റീഷൻ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും കുട്ടികളിൽ കൂടി വരികയാണ്. ഇതും ഒരു കൺസേൺ ആണ്. ഗ്ലോബലൈസേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് മൾട്ടി കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് അഡാപ്റ്റബിലിറ്റിയാണ്. ഇതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഈ ചലഞ്ചസിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം? മോഡേൺ വേൾഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കരിക്കുലം റിഫോംസ് വേണം, ഡിജിറ്റൽ ഇൻക്ലൂഷൻ വേണം, കണ്ടിന്യൂസ് ടീച്ചർ ഡെവലപ്മെൻറ്റ് വേണം, സ്കിൽ ബേസ്ഡ് ലേണിംഗ് വേണം, ആൻഡ് സ്റ്റുഡൻറ് സെൻറ്റേഡ് അപ്രോച്ചസ് വേണം. അപ്പോൾ എങ്കിൽ മാത്രമാണ് എഡ്യൂക്കേഷന് ഈ ഡൈനാമിക് ഗ്ലോബൽ ആൻഡ് നോളജ് ബേസ്ഡ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. So next question, what is social mobility and how does education influence an individual social mobility? Social mobility എന്താണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയുടെ ഒരു ഗ്രൂപ്പിൻ്റെയോ അവരുടെ സോഷ്യൽ സ്റ്റേറ്റസ് എന്താണ്, അതിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റസിലേക്ക് മാറുന്നതിനെയാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. So social mobility refers to the movement of individuals or groups within a social hierarchy leading to a change in social status, occupation, income or class position. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആവാം, ഒക്യുപ്പേഷൻ ആവാം, ഇൻകം ആവാം, ക്ലാസ് പൊസിഷൻ ആവാം. ഇതെന്ന് പറയുന്നത് അപ്വേർഡ് മൊബിലിറ്റി ആവാം, അതായത് നമ്മുടെ സ്റ്റാറ്റസിൽ നിന്നും ഒരു ഹയർ സ്റ്റാറ്റസിലേക്ക് പോകുന്നു. ഡൗൺവേർഡ് മൊബിലിറ്റി ആവും, നമ്മുടെ സ്റ്റാറ്റസിൽ നിന്നും താഴെയുള്ളൊരു സ്റ്റാറ്റസിലേക്ക് പോകുന്നു. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസിൻ്റെയും ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയുടെയും ഓപ്പൺനെസ് ഓഫ് എ സൊസൈറ്റിയുടെ ഒക്കെ ഒരു ഇൻഡിക്കേറ്ററാണ്. പല റിജിഡ് സൊസൈറ്റീസിലും മൊബിലിറ്റി ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും, കാരണം അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്, കാസ്റ്റ്, ക്ലാസ് ആൻഡ് ജെൻഡർ. പക്ഷേ ഓപ്പൺ സൊസൈറ്റീസിലാണെങ്കിൽ അവർക്ക് എപ്പോഴും അവരുടെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ത്രൂ എഫേർട്ട്, ടാലൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മൊബിലിറ്റിയെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇറ്റ്സ് ലൈക്ക് എ ഗേറ്റ് വേ to opportunities and economic advancement. നോളജ്, സ്കിൽസ്, ക്വാളിഫിക്കേഷൻസ്, കോമ്പിറ്റൻസീസ് ഒക്കെ ആളുകൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റും ഹയർ ഇൻകവും കിട്ടും. അപ്പോൾ ഇൻഡിവിജ്വൽസിന് ഈ ഹയർ എഡ്യൂക്കേഷൻ ലെവൽസ് ഉള്ള ആളുകൾക്ക് വെൽ പേയിങ് ജോബ്സ് കിട്ടാം, അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാം, ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടാം. എഡ്യൂക്കേഷൻ ഓൾസോ മെറിറ്റോക്രസിയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഇൻഡിവിജ്വൽസ് റിവാർഡ് ചെയ്യപ്പെടുന്നത് അവരുടെ എബിലിറ്റീസും അച്ചീവ്മെൻറ്റ്സും അനുസരിച്ചിട്ടാണ്, റാദർ ദാൻ ദെയർ ബാക്ക്ഗ്രൗണ്ട്. ഹൊറൈസ് മാൻ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് ദ ഗ്രേറ്റ് ഈക്വലൈസർ ഓഫ് ദ കണ്ടീഷൻസ് ഓഫ് മെൻ. അതായത് പല ആളുകളും പല വ്യക്തികളും പല ജീവിത സാഹചര്യങ്ങളായിരിക്കും, അവിടെ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരുന്ന ഒരു ഗ്രേറ്റ് ഈക്വലൈസറാണ് എഡ്യൂക്കേഷൻ. അത് എന്താണ് ഒരു റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റി ആൻഡ് പ്രൊമോട്ടിങ് ഫെയർനെസ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വൽസിനെ എംപവർ ചെയ്യുന്നുണ്ട് ടു ഡെവലപ്പ് കോൺഫിഡൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് സോഷ്യൽ അവയർനെസ്. ഇത് വളരെ എസെൻഷ്യലാണ് ഫോർ സക്സസ്. ആ സൈക്കിൾ ഓഫ് പോവേർട്ടി ആൻഡ് മാർജിനലൈസേഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫോർ ദ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ്. പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അൺഇക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷനാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുകളായിരിക്കാം, ഡിസ്ക്രിമിനേഷൻ ആയിരിക്കാം. ഇതൊക്കെ സോഷ്യൽ മൊബിലിറ്റിയെ ലിമിറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള, ഇക്വിറ്റബിൾ ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ എലവേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. ആളുകൾക്ക് അപ്വേർഡ് മൊബിലിറ്റി, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒക്കെ ത്രൂ എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഒരു ജസ്റ്റ് ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റി ആയിട്ട് ഏതൊരു സൊസൈറ്റിക്കും മാറാനായിട്ട് സാധിക്കുള്ളൂ. ഹൗ ഡസ് എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ് വിത്തിൻ എ നേഷൻ? ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് എഡ്യൂക്കേഷൻ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ കീ ഡ്രൈവർ ഓഫ് എക്കണോമിക് ഗ്രോത്ത്, ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻ്റ് ആണ്. എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ മൂലധന സമാഹരണം, നാഷണൽ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ കീ ഡ്രൈവറാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽസിന് നോളജ്, സ്കിൽസ്, കോമ്പിറ്റൻസീസ്, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഇൻ ബിൽഡിങ് എക്കണോമി. ഇപ്പോൾ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ലേബർ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി, ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അത് എക്കണോമിക് പ്രോഗ്രസ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വേൾഡ് ബാങ്ക് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷനാണ് പലപ്പോഴും, അതായത് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നതാണ് ഹയർ ഇൻകം ലെവൽസിലേക്കും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലേക്കും നാഷണൽ GDP ഗ്രോത്തിലേക്കൊക്കെ നയിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒരു കൺട്രിയുടെ പോപ്പുലേഷനെ തന്നെ ഒരു സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സാക്കി മാറ്റുന്നുണ്ട്. ഈ ഗ്ലോബൽ നോളജ് എക്കണോമിയിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി അത് വളരെ എസെൻഷ്യലാണ്. കൂടാതെ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ജനറേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പോവർട്ടി റിഡക്ഷനെ
സഹായിക്കുന്നുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ്, പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് ടെക്നിക്കൽ നോളജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് എംപ്ലോയബിലിറ്റിയും സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസിന് കുറച്ചും കൂടെ ബെറ്റർ ജോബ്സ് സെക്യൂർ ചെയ്യാൻ പറ്റും, ഹയർ ഇൻകംസ് കിട്ടും, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, പോവർട്ടിയും എക്കണോമിക് ഇൻഇക്വാലിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ്, ഇന്നോവേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനെയൊക്കെ ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസിൻ്റെ ബിസിനസ് മറ്റും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എക്കണോമിക് എക്സ്പാൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ തിയോഡ് ഷ്ലറ്റ്സ് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റലാണ്. ലോങ് ടേം എക്കണോമിക് റിട്ടേൺസ് നമുക്ക് കിട്ടും. അത് എഡ്യൂക്കേഷനിൽ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രയും അത് ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. റിസർച്ച്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, ഫിനാൻഷ്യൽ ലിറ്ററസി, റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, പല സെക്ടേഴ്സിലും ഇൻഡസ്ട്രി ആൻഡ് സർവീസസ്, എഡ്യൂക്കേഷൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിൽ, പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് സോഷ്യൽ വെൽഫെയറിലൊക്കെ ഒരു പങ്ക് വഹിക്കുന്നത് അതും എക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജോൺ എഫ് കെന്നഡി പറഞ്ഞ പോലെ ദി ഹ്യൂമൻ മൈൻഡ് ഈസ് അവർ ഫണ്ടമെൻ്റൽ റിസോഴ്സ്. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബാക്ക് ബോൺ ആണ്. ഹ്യൂമൻ റിസോഴ്സസിനെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നു, പോവർട്ടി അത് റെഡ്യൂസ് ചെയ്യുന്നു, ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, ഒരു സസ്റ്റൈനബിൾ നാഷണൽ ഗ്രോത്ത് എൻഷുർ ചെയ്യുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയ്ക്കും മനുഷ്യ മൂലധന രൂപീകരണത്തിനും ദേശീയ വികസനത്തിനൊക്കെ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ആവശ്യമായ അറിവ്, കഴിവുകൾ, പ്രാവീണ്യം, സാങ്കേതിക പരിജ്ഞാനം എന്ന് കിട്ടുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് ഫലപ്രദമായ പങ്കാളികളാകാൻ സാധിക്കുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള തൊഴിലാളി ശക്തി, ഉൽപാദനക്ഷമത, കാര്യക്ഷമത, നവോത്ഥാനം, സംരംഭകത്വം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ വേൾഡ് ബാങ്ക് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ നിക്ഷേപിക്കുന്നത് ഉയർന്ന വരുമാന നില, തൊഴിലവസരങ്ങൾ, ദേശീയ വരുമാനം എന്നിവ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളെ കഴിവുള്ള മനുഷ്യ വിഭവങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇത് ഗ്ലോബൽ നോളജ് എക്കണോമിയിൽ മത്സരിക്കാൻ വളരെ ആവശ്യമാണ്. വിദ്യാഭ്യാസം തൊഴിൽ സൃഷ്ടിക്കുന്നുണ്ട്, ദാരിദ്ര്യം കുറയ്ക്കുന്നുണ്ട്. തൊഴിൽപരമായ പരിശീലനം, പ്രൊഫഷണൽ കഴിവുകൾ, സാങ്കേതിക അറിവ് എന്ന് നൽകുന്നതിലൂടെ തൊഴിൽ യോഗ്യത വർദ്ധിക്കുന്നു. ഇത് വ്യക്തികൾക്ക് മികച്ച ജോലി ലഭിക്കാനും ഉയർന്ന വരുമാനം നേടാനും സഹായിക്കുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസം സുസ്ഥിര വികസനത്തെയും സാമ്പത്തിക സ്ഥിരതയും പിന്തുണയ്ക്കുന്നുണ്ട്. ഗവേഷണം, സാങ്കേതിക പുരോഗതി, ബോധപൂർവമായ തീരുമാനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. കൃഷി, വ്യവസായം, സേവന മേഖലകൾ എന്നിവയിലും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, ജനസംഖ്യാ നിയന്ത്രണം, സാമൂഹിക ക്ഷേമം മെച്ചപ്പെടുത്തുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയ്ക്ക് ഇതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാമ്പത്തിക വികസനത്തിൻ്റെയും കൂടെ അടിത്തറയാണ്. മനുഷ്യ വിഭവങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട്, ദാരിദ്ര്യം കുറയ്ക്കുന്നുണ്ട്, നവോത്ഥാനവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, സുസ്ഥിരമായ ദേശീയ വളർച്ച ഉറപ്പാക്കുന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എക്സ്പ്ലെയിൻ ദ ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ബേസിസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എയിംസ്, കണ്ടന്റ്, മെത്തേഡ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. സോ ദ ഫിലോസഫിക്കൽ ബേസിക്സ് ആണ് പലപ്പോഴും ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അബൌട്ട് വാട്ട് ടു ടീച്ച് ആൻഡ് വൈ. ഇപ്പോൾ സോഷ്യോളജിക്കൽ ബേസിക്സ് ആണ് എഡ്യൂക്കേഷനും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പല ഫിലോസഫീസും ലൈക്ക് ഐഡിയലിസം, റിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം ഇതെല്ലാം കരിക്കുലം ഡിസൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഐഡിയലിസം മോറൽ വാല്യൂസിലും ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. റിയലിസം സയൻറ്റിഫിക് നോളജ് ആൻഡ് പ്രാക്ടിക്കൽ സബ്ജക്ട്സിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രാഗ്മാറ്റിസം ആസ് അഡ്വക്കേറ്റഡ് ബൈ ജോൺ ഡുവി സപ്പോർട്ട്സ് ലേണിംഗ് ബൈ ഡൂയിങ് എക്സ്പീരിയൻസ് ബേസ്ഡ് ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ചസ്. സോ ഫിലോസഫി ഒരു കരിക്കുലത്തിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയും ടീച്ചിങ് മെത്തേഡ്സിനെയും കണ്ടന്റ് സെലക്ഷനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യോളജിക്കൽ ബേസിക്സ് ഓഫ് കരിക്കുലമാണ് എംഫസൈസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ അതിൻ്റെ നീഡ്സ്, വാല്യൂസ്, കൾച്ചർ ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദി സൊസൈറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യണം. കരിക്കുലം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ സോഷ്യൽ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സിറ്റിസൺഷിപ്പിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സോഷ്യൽ എഫിഷ്യൻസിയും കൾച്ചറൽ ട്രാൻസ്മിഷനെയും പ്രൊമോട്ട് ചെയ്യണം. എമിലി ഡോക്കെയും പറയുന്ന പോലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീൻസ് ഓഫ് സോഷ്യലൈസേഷൻ. അപ്പോൾ നിലനിൽക്കുന്ന സോഷ്യൽ നോംസേയും വാല്യൂസിലേക്കും അഡാപ്റ്റഡ് ആവണം. കരിക്കുലം പല ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യണം, ലൈക്ക് സോഷ്യൽ ചേഞ്ച്, ഡൈവേഴ്സിറ്റി, ഇക്വാലിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഇപ്പോൾ ലേണേഴ്സ് they must be prepared to face real life challenges in national integration, social cohesion and global awareness ഒക്കെ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ കരിക്കുലം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ഐഡിയൽസിനെയും സോഷ്യോളജിക്കൽ നീഡ്സിനെയും ബാലൻസ് ചെയ്യണം. ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലേണേഴ്സ് അച്ചീവ് ചെയ്യണം. വാല്യൂ എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, കൾച്ചറൽ റിലവൻസ് ആൻഡ് സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. കരിക്കുലം ലേണർ സെൻറ്റേഡ് അപ്രോച്ചസ് വേണം, ഇൻ്റർഡിസിപ്ലിനറി ലേണിംഗ് വേണം, കോമ്പറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ വേണം. സൊസൈറ്റി ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് കരിക്കുലവും അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. ചേഞ്ചിങ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ഡിമാൻഡ്സിനെ അത് സപ്പോർട്ട് ചെയ്യണം. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ
ഫിലോസഫിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ബേസസ് ആണ് നമ്മുടെ കരിക്കുലം എപ്പോഴും മീനിങ് ഫുൾ ആണ്, റെലവൻ്റ് ആണ്, ഡൈനാമിക് ആണ്, റെസ്പോൺസീവ് ആണ് എന്നെല്ലാം കാണിക്കുന്നത്. അതാണ് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനും സോഷ്യൽ പ്രോഗ്രസ്സിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, how does education contribute to the promotion of democratic values within a society? So education വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് വാല്യൂസ്, ആക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇത് ഇൻഡിവിജ്വൽസിനെ ഡെമോക്രസിയുടെ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ഇക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ്, ഫ്രറ്റേണിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ ആളുകൾക്ക് അവരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ സച്ച് ആസ് വോട്ടിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഗവേണൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നു. എഡ്യൂക്കേഷൻ ക്രിട്ടിക്കൽ തിങ്കിങ്, റാഷണൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇൻഫോംഡ് ഒപ്പീനിയൻ ഒക്കെ ഫോസ്റ്റർ ചെയ്യുന്നുണ്ട്. അത് വളരെ എസെൻഷ്യലാണ് ഫോർ സസ്റ്റെയിനിങ് ഡെമോക്രസി, ബിക്കോസ് ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. സോ എഡ്യൂക്കേഷൻ ഈ ഒരു സിസ്റ്റത്തിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ആളുകളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ മറ്റ് പല വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ടോളറൻസ്, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി, കോപ്പറേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ദീസ് ആർ എസെൻഷ്യൽ ഫോർ ഡെമോക്രാറ്റിക് ലിവിങ്. അപ്പോൾ ഇത് എൻകറേജ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ഡയലോഗ്, ഡിസ്കഷൻ ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ആളുകൾക്ക് അവരുടെ വ്യൂസ് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക, മറ്റുള്ളവരുടെ ഒപ്പീനിയനെ റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ സ്കൂൾസ് ഇവിടെ ഒരു മിനിയേച്ചർ സൊസൈറ്റി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ആളുകൾ അവരുടെ ഡെമോക്രാറ്റിക് പ്രാക്ടീസസ് ഒക്കെ ലേൺ ചെയ്യുന്നത്. പാർട്ടിസിപ്പേഷൻ, ലീഡർഷിപ്പ്, ടീം വർക്ക് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മറ്റൊരു റോളും കൂടെ പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള മുൻവിധികൾ, ഡിസ്ക്രിമിനേഷൻ, പ്രെജുഡീസസ് ആൻഡ് സോഷ്യൽ കോൺഫ്ലിക്ട്സ് ഇതിനെയൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ സോഷ്യൽ ഹാർമണി ആൻഡ് നാഷണൽ ഇൻ്റഗ്രേഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ എംപവർ ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽസിനെ ടു ബിക്കം റെസ്പോൺസിബിൾ ആൻഡ് ആക്റ്റീവ് സിറ്റിസൺ who will contribute to the national building and social development. Awareness create ചെയ്യുന്നുണ്ട് about constitutional values, human rights and civic responsibilities. ഇത് ആളുകളെ എന്തിനു വേണ്ടി enable ചെയ്യുന്നുണ്ട്? To fight against the injustice and corruption. So democracy and education, as John Dewey says, they are interdependent. കാരണം എഡ്യൂക്കേഷനാണ് ഒരു ഇൻഡിവിജ്വലിനെ ഡെമോക്രാറ്റിക് ലൈഫിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് വെരി എസെൻഷ്യൽ ടു നർച്ചർ ഡെമോക്രാറ്റിക് വാല്യൂസ്, പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്, ആൻഡ് ടു ബിൽഡ് എ പാർട്ടിസിപ്പേറ്ററി ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റി. താങ്ക് യു.